وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. ബഹുമാന്യരായ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണം എന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രപഞ്ചനാഥനായ കാരുണ്യവാരിധിയായ അള്ളാഹു അവനിഷ്ടപ്പെടുന്ന മാർഗത്തിൽ ജീവിച്ച് മരിക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്നുള്ളതിൻ്റെ അറബി പദം യൗമുൽ ജുമുഅ എന്നാണ്. ജമാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുമിച്ച് കൂട്ടി എന്നാണ് അർത്ഥം. ഒരു പ്രദേശത്തെ ആളുകൾ മുഴുവൻ ഒന്നിച്ചുകൂടി ഒരു നിശ്ചിത സമയത്ത് ഇങ്ങനെയുള്ള രണ്ട് ഉത്ബോധനങ്ങൾ കേൾക്കുകയും തുടർന്ന് 2 റക്അത്ത് നിർബന്ധമായ ജുമുഅ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രദേശത്തെ മുസ്ലിങ്ങളുടെ വിശ്വാസികളുടെ ബാധ്യതയാണ്. വെള്ളിയാഴ്ച ദിവസം എല്ലാ ദിവസങ്ങളെയും പോലെ ഒരു സാധാരണ ദിവസമല്ല. ഖൈറു യൗമിൻ തലഅത്ത് അലൈഹി ശംസു യൗമുൽ ജുമുഅ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ചയെ വിശേഷിപ്പിച്ചത്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ദിവസമാണ് വെള്ളിയാഴ്ച എന്നർത്ഥം. സയ്യിദുൽ അയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ചയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ദിവസങ്ങളുടെ നേതാവ് എന്നാണ് സയ്യിദുൽ അയ്യാം എന്നതിൻ്റെ അർത്ഥം. വഅഅ്ളമുഹാ ഇൻദല്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ചയെ കുറിച്ച് പറഞ്ഞ മറ്റൊരു പദം അതാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസം ആ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. ഈ ദിവസത്തെപ്പറ്റി 5 കാര്യങ്ങളാണ് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത്. ഖലഖല്ലാഹു ഫീഹി ആദം നബി അലൈഹിസ്സലാമയെ അള്ളാഹു പടച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. രണ്ടാമതായി ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അയച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. ഈ വെള്ളിയാഴ്ച ഒരു ദിവസമുണ്ട്. ആ സമയത്ത് അള്ളാഹു ഹറാമാക്കിയതല്ലാത്തൊരു കാര്യം, ഏത് കാര്യമാവട്ടെ, അത് നമ്മൾ ആവശ്യപ്പെട്ടാൽ കിട്ടുന്ന ഒരു സമയമുണ്ട് എന്ന് വിശേഷിപ്പിച്ചത് ഈ ദിവസത്തെക്കുറിച്ചാണ്. അഞ്ചാമതായി വഫീഹി തഖൂമുസ്സാഅ, അന്നായിരിക്കും അന്ത്യദിവസം. ഈ ലോകാവസാന നാൾ മറ്റൊരു വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വഹി അനുസരിച്ച് മാത്രം കാര്യങ്ങൾ സംസാരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉത്ബോധിപ്പിച്ചിരിക്കുന്നു.
വെള്ളിയാഴ്ചയുടെ മഹത്വം അന്നത്തെ സുബഹി നമസ്കാരം മുതൽ തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ തലേന്ന് സൂര്യൻ അസ്തമിച്ച മുതൽ തുടങ്ങുന്നുണ്ട്. നമുക്കറിയാം, വെള്ളിയാഴ്ച രാവിലെ ഫജർ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി പാരായണം ചെയ്തിരുന്നത് അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് തുടങ്ങുന്ന സൂറത്തു സജദ ആയിരുന്നു. രണ്ടാമത്തെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്നത് ഹൽ അതാലൽ ഇൻസാനി ഹീനും മിന ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇൻസാൻ ആയിരുന്നു. അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറെ വിശദീകരിക്കാനുണ്ട് മറ്റൊരിക്കൽ ഇൻഷാ അല്ലാഹ്. ഈ വെള്ളിയാഴ്ച ഒരുപാട് പുണ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാനായി നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം എനിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നത് നിങ്ങൾ ചൊല്ലിയാൽ അത് എനിക്ക് പ്രദർശിക്കപ്പെടും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. മൻ സ്വല്ല അലയ്യ സ്വലാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എൻ്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 ഗുണം അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് നമ്മൾ നമസ്കാരത്തിൽ സാധാരണ ചെല്ലാറുള്ള സ്വലാത്താണ് അത് നമുക്ക് വെള്ളിയാഴ്ച രാവ് തുടങ്ങി പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നിർവഹിക്കാവുന്നതാണ്. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിനം പാരായണം ചെയ്യണമെന്ന് മുസ്ലിം സാമാന്യ ലോകം മൊത്തത്തിൽ സ്വീകരിച്ച, എന്നാൽ ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് ചെറിയൊരു ദുർബലതയുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്താൽ 2 ജുമകൾക്കിടയിലുള്ള സമയം അള്ളാഹു പ്രകാശം നിറക്കുമെന്നാണ് പറഞ്ഞത്. ഇത് വെറുതെ ഓതിയാൽ ലഭിക്കില്ല എന്ന് നമുക്കറിയാം. സൂറത്തുൽ കഹ്ഫിൽ 4 ചരിത്രത്തെക്കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതല്ലാത്ത സൂറത്തുൽ കഹ്ഫിലെ ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി അത് ഓരോ വെള്ളിയാഴ്ചയും ഓരോ ആഴ്ചയിലും അതിങ്ങനെ റിവൈൻഡ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ആ ഒരു പുണ്യം നമുക്ക് ലഭിക്കുക. ജുമാ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി പാരായണം ചെയ്തിരുന്നത്, ഞാൻ ആമുഖമായി ഓതി വെച്ച ആ ആയത്ത് ഉൾക്കൊള്ളുന്ന 62ാമത്തെ സൂറത്ത് ജുമുഅയും, രണ്ടാമത്തെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി പാരായണം ചെയ്യുന്നത് സൂറത്തുൽ മുനാഫിഖൂനും 63ാമത്തെ സൂറത്തുമായിരുന്നു. അതല്ലാതെ സൂറത്തുൽ ആലായും ആഷിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച പാരായണം ചെയ്തിട്ടുണ്ട്. ആമുഖമായി ഞാൻ ഓതി വെച്ച 62ാമത്തെ സൂറത്തുൽ ജുമുഅയിലെ ആയത്ത് 9ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ എന്നതാണ്. നിങ്ങൾ വെള്ളിയാഴ്ച നമസ്കാരത്തിന് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ നമസ്കാരത്തിന് വരണം എന്നല്ല അള്ളാഹു പറഞ്ഞത്. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് നിങ്ങൾ വരിക എന്നാണ്. അള്ളാഹുവിൻ്റെ സ്മരണ എന്ന് അവിടെ ഉദ്ദേശിച്ചത് ഈ ഉത്ബോധനത്തെക്കുറിച്ചാണെന്ന് മുഫസ്സിറുകൾ ഖുർആൻ വിശദീകരണങ്ങളിൽ വിശദീകരിക്കുന്നു. ഫസ്ഔ എങ്ങനെയെങ്കിലും വന്നാൽ പോരാ, ഉത്സാഹത്തോടു കൂടി വരണമെന്നാണ്. വദറുൽ ബൈ, കച്ചവടങ്ങൾ ഉപേക്ഷിക്കണം, അതവിടെ നിർത്തിവെക്കണം. ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഒരുപാട് കസ്റ്റമേഴ്സ് ആ സമയത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് അല്പം കൂടി ദീർഘിപ്പിച്ചാളട്ടെ, എന്നിട്ട് പോട്ടാം, ഒരു മണിയാവുമല്ലോ അല്ലെങ്കിൽ 1 മണി കഴിയുമല്ലോ നമസ്കരിക്കാൻ എന്ന് വിചാരിച്ച് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ നേരം വൈകരുത് എന്ന് ചുരുക്കം. ഈ ആയത്ത് അവതരിക്കാനുള്ളൊരു കാരണമായി മുഫസ്സിരീങ്ങൾ പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതുപോലെ ഒരു ജുമ നമസ്കാരത്തിനായി ഉത്ബോധനം കേട്ടിരിക്കുന്ന അവരുടെ ഇടയിലേക്ക് കച്ചവട സംഘം വന്നുപെട്ടു. നമുക്കറിയാം, ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമുള്ള മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോയി, സിറിയയിലേക്കും ഷാമിലേക്കും ഒക്കെ പോയി കച്ചവട വസ്തുക്കൾ, അവർക്ക് അത്യാവശ്യമുള്ള ഭക്ഷണങ്ങളും വസ്തുക്കളുമായിട്ട് വരുന്ന ഒരു കച്ചവട സംവിധാനമാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ കച്ചവട സംഘത്തെ കണ്ടപ്പോൾ
ഈ ജുമയ്ക്ക് പങ്കെടുത്തിരുന്ന 12 പുരുഷന്മാരും ഒരു സ്ത്രീയും അല്ലാത്ത എല്ലാവരും ഇത് ജുമ അവിടെ നിർത്തിവെച്ച് കച്ചവട സാധനങ്ങൾ, അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയ ആ അവസരത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്നാണ് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ഈ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ എന്ന ജുമ നമസ്കാരത്തിന് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അത് വേറെ കാര്യങ്ങളെല്ലാം നിർത്തിവെച്ച് അതിലേക്ക് വരണമെന്ന് ഖുർആനിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ആഹ്വാനം ചെയ്തത് സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ടില്ല. ഈ ആയത്തിനെ ദുർബലപ്പെടുത്തുന്ന ഒരു ഹദീസുമില്ല. മൊത്തത്തിലാണ് വിളിയാളമുള്ളത്. നിങ്ങൾ ജുമ നമസ്കരിക്കുന്നത് വരെ, ജുമ കഴിയുന്നത് വരെ സ്ത്രീകൾക്ക് ജുമ നിർബന്ധമില്ലെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം അതിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ളുഹർ നമസ്കരിച്ചാൽ മതി, അതിന് പോകാൻ സാധ്യതയില്ലെങ്കിൽ എന്നുള്ള രൂപത്തിലാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണമുള്ളത്. സഹാബ വനിതകൾ ഈ ജുമയിൽ പങ്കെടുത്തിരുന്നു. കർമ്മശാസ്ത്രപരമായ നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ടെങ്കിലും എന്ന് നമുക്ക് വിശദീകരിക്കാമെങ്കിലും സഹാബ വനിതകൾ ജുമയിലായിരുന്നു പങ്കെടുത്തിരുന്നത്. അതിൽ പങ്കെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഉമ്മു ഹിഷാം എന്ന സഹാബ വനിത സൂറത്തുൽ ഖാഫ് കാണാതെ പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് അത് ഓതുന്നത് കേട്ടുകൊണ്ടാണ്. അപ്പോൾ സൂറത്തുൽ ഖാഫും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും മിമ്പറിൽ നിന്ന് പാരായണം ചെയ്തിരുന്നു. സ്ത്രീകൾ കുട്ടികളെ കരയുന്നത് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമ ചുരുക്കിയിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിയാലും ഇസ്ലാമിലെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജുമ എന്നത്. ഇതുപോലെ ഒരു സംവിധാനം ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ ചരിത്രഗതി ഞങ്ങൾ മാറ്റുമായിരുന്നു എന്ന് ഇന്ത്യയിലൊരു ഇടതുപക്ഷ താത്വികാചാര്യൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു സംവിധാനം ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ ചരിത്രഗതി മാറ്റുവാൻ അത് പര്യാപ്തമാകുമായിരുന്നു എന്ന്. 52 ആഴ്ചകളുണ്ട് ഒരു വർഷത്തിൽ. അതിൻ്റെ ഇരട്ടി 104 ഖുതുബകൾ, 104 വിഷയങ്ങൾ. ഓരോ വിശ്വാസികളും, ആ പ്രദേശത്തെ വിശ്വാസികൾ ആ ആഴ്ച മനസ്സിലാക്കേണ്ട സംഗതികൾ, അതുപോലെയുള്ള 2 വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഒരു വിഷയം പ്രധാനമായി തിരഞ്ഞെടുത്തുകൊണ്ട് 52 ആഴ്ചകളിൽ മാറി വരുന്ന കാലാനുസൃതമായ വിഷയങ്ങളുമായി ഉത്ബോധിപ്പിക്കപ്പെട്ട ഒരു സമൂഹം, തർബിയത്ത് നൽകപ്പെട്ട ഒരു സമൂഹത്തെ അതിജയിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല എന്ന് ചുരുക്കം. അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅ ഇലാ ജുമുഅത്തി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നത്, ഒരു നമസ്കാരം അടുത്ത നമസ്കാരം വരെയുള്ള, ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെയുള്ള, ഒരു റമളാൻ അടുത്ത റമളാൻ വരെയുള്ള ചെറുപാപങ്ങൾ പൊറുക്കാൻ പര്യാപ്തമാണ് എന്നാണ്. നിങ്ങൾ ഇദജ്തനബൽ കബായിർ, വൻ പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ, വൻഭാഗങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള പാപങ്ങൾ പൊറുക്കാൻ പര്യാപ്തമാണ് നമ്മൾ ജുമുഅയിൽ യഥാവിധി സന്നിഹിതരാവുക എന്നത്. അള്ളാഹു 62-ാമത്തെ 9-ാമത്തെ ആയത്താണ് ഞങ്ങൾക്ക് ആമുഖമായി ഓതിക്കൽപ്പിച്ചത്. 63-ാമത്തെ സൂറത്തുൽ മുനാഫിഖൂനിലെ 9-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അതിൽ പറയുന്നത്, വിശ്വസിച്ചവരെ, നിങ്ങളുടെ ധനം, നിങ്ങളുടെ കുട്ടികൾ, ഇതൊന്നും അള്ളാഹുവിൻ്റെ ദിക്ർ, അവിടെയും പറയുന്നത് അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് വരുന്നതിൽ നിങ്ങളെ തടസ്സമാവരുത് എന്നാണ്. നിങ്ങളുടെ പൈസ തടസ്സമാകരുത്, നമ്മുടെ വ്യാപാരം തടസ്സമാകരുത്, വീട്ടിലെ നമ്മുടെ ചുറ്റുപാടുകൾ തടസ്സമാകരുത് എന്ന് ചുരുക്കം. വമൻ യഫ്അൽ ദാലിക, അതുപോലെ ആരെങ്കിലും ചെയ്താൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് വലിയ നഷ്ടക്കാർ. അപ്പോൾ അടുത്തടുത്ത സൂറത്തുകളായി അള്ളാഹുവിൻ്റെ ദിക്ർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ജുമുഅയിൽ യഥാവധി പങ്കെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. ഇതിന് തലേന്ന് തന്നെ നമ്മൾ ഒരുങ്ങേണ്ടി വരും. 114 അധ്യായങ്ങളുള്ള, വളരെ ചുരുക്കം അധ്യായങ്ങളിലുള്ള 6238 ആയത്തുകൾ മാത്രമുള്ള ഖുർആനിലാണ് യൗമുൽ ജുമുഅ എന്നുള്ള ഒരു അധ്യായമുള്ളത്, സൂറത്തുൽ ജുമുഅ എന്നുള്ള അധ്യായമുള്ളത്.
നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ആ അധ്യായം തുടങ്ങുന്നത് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. 99 അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങളിൽ 4 എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ ജുമാ എന്ന സൂറത്തിൻ്റെ ആദ്യവചനം ആരംഭിക്കുന്നത്. രാജാവ്, പരമപരിശുദ്ധൻ, പ്രതാപശാലി, യുക്തിമാൻ എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ എന്നൊക്കെയുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ എടുത്ത് വിശേഷിപ്പിച്ചുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് ഈ സൂറത്തുൽ ജുമാ ആരംഭിക്കുന്നത്. അതുകൊണ്ട് യഥാവിധി ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ചടങ്ങ് തീർക്കുക എന്ന രൂപത്തിൽ വന്ന് പങ്കെടുക്കാതെ ഈ ഉത്ബോധനം ശരിക്കും ഉൾക്കൊണ്ട് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും കൽപ്പിച്ച രീതിയിൽ യഥാവിധി യൗമുൽ ജുമയെ ആചരിക്കാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഉത്ബോധിപ്പിക്കുകയാണ് നാഥൻ. അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവും. ഒരുപാട് മര്യാദകൾ ജുമയുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. പല്ല് തേക്കുക, കുളിക്കുക, വുളൂ ചെയ്യുക എന്നൊക്കെയുള്ളത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതാണ്. എന്നാൽ ജുമാ ദിവസം, ഇന്ന് യൗമുൽ ജുമയാണല്ലോ, വെള്ളിയാഴ്ച ദിവസമാണല്ലോ, നെയ്യത്തോടുകൂടി നന്നായി പല്ല് തേക്കുകയും നന്നായി കുളിക്കുകയും ജനാബത്ത് കുളിക്കുന്നത് പോലെ എന്നാണ് ഹദീസുകൾ അതിനെക്കുറിച്ചുള്ള വിശദീകരണം. അതുപോലെ മൻ തവല്ല വ അഹ്സന വുളൂഹു, ആരെങ്കിലും വുളൂ ചെയ്ത് അത് നന്നാക്കി വുളൂ ചെയ്ത് എണ്ണ പുരട്ടി സുഗന്ധം പുരട്ടി നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് വരണമെന്നാണ് ഒരു മര്യാദകളുടെ കൂട്ടത്തിൽ ചിലത്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദരിദ്രരായ സഹാബികളോടാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന വസ്ത്രത്തെക്കാൾ ഏറെ 1-2 വസ്ത്രം ജുമക്ക് വേണ്ടി നിങ്ങൾ കരുതി വെക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നിർദ്ദേശിച്ചത്. നേരത്തെ തന്നെ വരണമെന്നാണ് മറ്റൊരു മര്യാദ. കഴിയുന്നതും കാൽനടയായി വരണമെന്നാണ് വേറൊരു മര്യാദ. ഒതുക്കത്തോടെ ചെരുപ്പഴിച്ചിട്ട് വലതുകാൽ വെച്ച് പ്രവേശിച്ച് അല്ലാഹുമ്മ ഫ്തഹ് അബ്വാബ റഹ്മതിക എന്ന പ്രാർത്ഥനയോടെ പ്രവേശിച്ച് അതിനടുത്തുള്ളവർ മാത്രം കേൾക്കുമാർ ഉച്ചത്തിൽ പതിയ സലാം ചൊല്ലി ഏറ്റവും ആരെയും വകഞ്ഞു മാറ്റാതെ ഭിന്നിപ്പിക്കാതെ ഇടവിൽ തോളിലൂടെ ചാടിക്കടക്കാതെ ഇമാമിൻ്റെ ഏറ്റവും അടുത്ത് വന്നിരുന്ന് ഉത്ബോധനം ശ്രവിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നിർദ്ദേശിച്ചത്. ഒരു സ്നേഹിതൻ പറഞ്ഞത്, നിങ്ങൾ പള്ളിയിൽ കയറുമ്പോൾ ചെരുപ്പഴിച്ചിട്ട് നോക്കിയാൽ മതി, നിങ്ങളെ പേഴ്സണാലിറ്റി അളക്കാമെന്നാണ്. നമ്മൾ ധൃതിയിൽ വെപ്രാളത്തിൽ എവിടെയെങ്കിലും ഉരുത്തെറിപ്പിച്ച് ആരുടെയെങ്കിലും ഒക്കെ ചെരുപ്പിലൂടെ ചാടിക്കടന്ന് ആരുടെയൊക്കെ തോളിലൂടെ ചാടിക്കടന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും പ്രവേശിച്ചു പോവാറുള്ളത്. കിട്ടിയത് പൂർത്തിയാക്കുക. ആരെങ്കിലും നേരം കഴിയുന്നാൽ അവനും അടക്കത്തോടെ വരിക, കിട്ടിയത് പൂർത്തിയാക്കുക, ബാക്കി അവൻ ഇമാമിൻ്റെ ശേഷം നമസ്കരിക്കുക എന്നാണ്. നമ്മൾ ഉത്സാഹത്തോടെ വരണമെന്ന് നേരത്തെ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്ന് പറഞ്ഞു. നമ്മളൊരു ഫുട്ബോൾ മാച്ച് കാണാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ഉത്സാഹത്തോടെയാണ് പോവുക. അവിടെ ആരും ഏറ്റവും പിന്നിലേക്ക് ചാരിയിരിക്കാറില്ല. ഏറ്റവും മുന്നിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട കളിക്കാരെയും ടീമിനെയും ഒക്കെ കാണുന്ന വിധത്തിൽ ഗ്രൗണ്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണുന്ന വിധത്തിലാണ് നമ്മൾ ഇരിക്കുക. വളരെ ഉത്സാഹത്തോടെയാണ് ഇരിക്കുക. അപ്പോൾ ആരും കോട്ടുവായ ഇടാറില്ല. അപ്പോൾ ഉത്സാഹത്തോടെ വേണം പള്ളിയിലിരിക്കാൻ. നിങ്ങൾ സഫ് കെട്ടുക, മലക്കുകൾ സഫ് കെട്ടുന്നത് പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അവർ ആദ്യ സഫ് പൂർത്തീകരിച്ച് അതിനുശേഷമായിരുന്നു ഓരോ സഫുകളായി മലക്കുകൾ സഫ് കെട്ടുക എന്ന് അതിനെക്കുറിച്ച് വിശദീകരിച്ചു. ശബ്ദിക്കരുത് എന്നാണ് മറ്റൊരു മര്യാദ. ഇമാം മെമ്പറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്ന ഒരാളോട് സംസാരിക്കരുത് എന്ന് പറയാൻ പോലും പാടില്ല എന്നാണ്. ആംഗ്യങ്ങളിലൂടെ കാണിക്കുക എന്നല്ലാതെ.
അങ്ങനെ ശബ്ദിക്കുന്നവൻ ഗ്രന്ഥം ചുമക്കുന്ന കഴുത പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു. അങ്ങനെ ഒരു ഉദാഹരണം ജൂതന്മാരെ കുറിച്ച് നമ്മൾ ഓതുന്ന സൂറത്തുൽ ജുമുഅയിലുണ്ട്. അങ്ങനെ ഒരു ഉപമ. മിണ്ടുന്നവനോട് പോലും മിണ്ടിയാൽ ജുമ നഷ്ടപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി ചരൽക്കല്ലുകളും മണ്ണും ഒക്കെ ആയിരുന്നല്ലോ അടിയിൽ. ഖുതുബ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ച് സംസാരിച്ചിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, അബൂ ഹുറൈറ ഉദ്ധരിച്ച ഹദീസിലുള്ളത്, ആ മണല് നമ്മളിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ ആ മണല് കൈ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കളിക്കുമല്ലോ, ഒരു പെണ്ണുണ്ടെങ്കിൽ പെണ്ണെടുത്ത് കളിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നത് മണ്ണിലാണെങ്കിൽ ആ മണ്ണൊന്നും അല്ലെങ്കിൽ ചരക്കല്ലുകളൊന്നും ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു ചെറിയ അശ്രദ്ധ പോലും ഈ ഉത്ബോധനം കേൾക്കുന്ന നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് മാത്രം നിങ്ങൾക്ക് മതകാര്യങ്ങൾ വിശദീകരിച്ചിരുന്ന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത് എന്ന് നമ്മൾ ഉൾക്കൊള്ളുക. മനസ്സിലാക്കിയ കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് ജുമുഅയിൽ പങ്കെടുക്കാനും നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കി തീർക്കുവാനും നമ്മൾ സന്നിഹിതരാകുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിജ്ഞാനങ്ങൾ നീ വർദ്ധിപ്പിച്ചു തരികയും ഉപകാരപ്രദമായ അറിവ് നേടുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ തമ്പുരാനെ. നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല സാഹചര്യങ്ങളും സമാശ്വാസമുള്ള സംഗതികളും ആശ്വാസമുള്ള നാടിൻ്റെ അവസ്ഥകളുമൊക്കെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കണമേ തമ്പുരാനെ. അദൃശ്യങ്ങൾ അറിയുന്ന നാഥ, ഞങ്ങളുടെ പോരായ്മകൾ നീ പുറത്തു തരണമേ തമ്പുരാനെ. അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ പരിപാലിക്കുന്നവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേണ്ടി അറിവുകൾ പറഞ്ഞു തരുന്ന പകർന്നു തരുന്ന പണ്ഡിതന്മാർക്ക്, ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാവിജ്ഞാനികൾക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. പങ്കുവയ്ക്കാൻ കഴിയാത്ത വേദനകളും സങ്കടങ്ങളുമായി ഒരുപാട് ആളുകൾ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നീ കണ്ടറിയണേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ, ഭാര്യമാർ, മക്കൾ, ഭർത്താക്കന്മാർ, പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, ബന്ധുജനങ്ങളുടെ അയൽവാസികൾ, അവർക്കൊക്കെ നീ മർഹമത്തും മഗ്ഫിറത്തും നൽകി ഞങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസ് അവരോടൊപ്പം എത്തിച്ചേരാനുള്ള ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അൻസുറുൽ മുജാഹിദീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. اللهم اجرنا واجر والدينا من النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.